ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ലഞ്ച് പ്രിപ്പറേഷൻ വ്ളോഗാണ് കാണിക്കുന്നത്. ചോറും മീൻകറിയും പൊരിച്ചമീനും അതിനോടൊപ്പം തന്നെ ഒരു പച്ചക്കറി അവിയലിൻ്റെ റെസിപ്പിയും പിന്നെ ഒരു ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഗീൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഇന്ന് എടുത്തിട്ടുള്ളത് പാരമീനാണ്. നമുക്കിന്ന് കിട്ടിയത് പാരമീനാണ്. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് പെരുംജീരകപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് പുളിവെള്ളമാണ് അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ആ ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ആ മീനിലോട്ട് ഈ ഒരു മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ചിട്ട് ഇനി നമുക്കൊരു മീൻകറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മുറി തേങ്ങ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്കൊരു 8 തൊട്ട് 10 വരെയൊക്കെ ആകാം ചെറിയ ഉള്ളിയാണ്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. അത്യാവശ്യം കളറും ഉണ്ട്, ചെറുതായിട്ടുള്ള എരിവുള്ളൂ ഈ ഒരു മുളക് പൊടിക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളുടെ കയ്യിലുള്ള മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട്. പിന്നെ അത് ആവശ്യത്തിന് വെള്ളവും കൂടി വെച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കറി വയ്ക്കാനായിരുന്നാലും ആ ഒരു പാരമീൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊരു ചട്ടിയിലോട്ടൊന്ന് മാറ്റുന്നുണ്ട് കേട്ടോ, ആ ഒരു അരച്ചെടുത്തിട്ടുള്ള അരപ്പ്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർത്തെടുക്കാം. പുളി ഞാൻ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഞരടി എടുത്തിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് അതിൻ്റെ പുളിവെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. മീൻ കറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് കല്ലുപ്പ് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടുന്നത് കറിക്കൊക്കെ. പിന്നെ ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 തൊട്ട് 12, 13, 14 പീസ് വരെയൊക്കെ ആകാം മീൻ. ഞാൻ അവിടെ തലയും പിന്നെ ഒരു 3 മീനും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തല്ലോ ഒരു മീൻ, അതിൻ്റെ തല എടുത്തിട്ടുണ്ട്. ഒരു 4 തല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 മീൻ അല്ലാതെ തന്നെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളിയും 2-3 മുളക്, മറ്റേ ഉടങ്കൊല്ലി മുളകില്ല, അതാണ് നല്ല എരിവും മണമുള്ള മുളകാണ് കേട്ടോ. അതും പിന്നെ ആവശ്യത്തിന് ഉലുവപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്തെടുക്കാം. 1/2 ടീസ്പൂൺ മുഴുവൻ ഉലുവയും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് വെള്ളമൊക്കെ നോക്കിയിട്ട് നമ്മൾ ആവശ്യം പോലെ ഒഴിച്ച് നന്നായിട്ടൊന്ന് എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നേരെ തന്നെ സ്റ്റൗവിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചൊരു 15 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചെന്നെടുക്കാം. അപ്പോൾ കറിയൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ, അടച്ച് വെച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കയ്യിലില്ലായിരുന്നു, അപ്പോൾ ഞാൻ ഒന്ന് നമ്മുടെ ഗാർഡനിൽ പോയിട്ടൊന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചൊന്ന് വയ്ക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതേ ഉള്ളൂ കേട്ടോ. എന്നാലും ഒന്ന് ഇളക്കാം, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ മീൻ കറി ഒന്ന് റെഡിയായി വരട്ടെ. ഇനി നമുക്ക് പച്ചക്കറി വേലിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം കേട്ടോ. ഞാൻ ഇവിടെ വാഴയ്ക്കയും പിന്നെ ഏത്തൻ വാഴയ്ക്കും സാധാരണ മൊന്ത വാഴയ്ക്കയും പടവലങ്ങയും പിന്നെ അതുപോലെ തന്നെ വെള്ളരിക്ക ഇങ്ങനെയുള്ള ഐറ്റംസ് തന്നെ, ക്യാരറ്റ് ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും തേങ്ങയും വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ചെറിയുള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്തെടുക്കും. ഇത്രയും കൂടെ ചേർത്ത് പച്ചമുളകും കൂടെ ചേർത്ത് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടും പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് കറി ഇവിടെ ഏകദേശം നന്നായിട്ട് തിളച്ചൊന്ന് റെഡി ആവുന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം നമ്മൾ മീനൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, അത്രയും മതി. പിന്നെ ഒരു ചോറും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, അതും ഒന്ന് ഊറ്റി വയ്ക്കണം. പിന്നെ പച്ചക്കറി അവിയലൊന്ന് ഏകദേശം ഒന്നായി വരുന്നു, വെന്ത് വന്നിട്ടില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചൊന്ന് റെഡിയായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ പച്ചക്കറി അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതുപോലെ ഒന്ന് വെന്ത് വരണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1-2 ടീസ്പൂൺ മാത്രം മതി കേട്ടോ. പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് അത്യാവശ്യം പുളിയുള്ള തൈരാണ്, ഒരു 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ആ ഒരു തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ പച്ചക്കറി അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി നമുക്ക് ആ ഒരു ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളിലേക്ക് വെച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഒന്ന് തൊലിയോട് കൂടി നിർത്തിയിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് ചതച്ചൊന്ന് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചെടുക്കുന്നത്. 1-2 തണ്ട് കറിവേപ്പിലും കൂടി ഈ ഒരു ടൈമിൽ ചേർത്തെടുക്കാം. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ആയി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ച് വെച്ചെടുക്കാം. 2 സൈഡും ഒരു 5-6 മിനിറ്റ് വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് ഒരുപാട് ഇങ്ങനെ കറുമുറാന്ന് പൊരിച്ചെടുക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറിയൊന്ന് ഒരു കുഴകുഴാന്നുള്ള ടൈപ്പ് അങ്ങനത്തെ ആയിരിക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തായാലും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലഞ്ച് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു നെയ്യ് തയ്യാറാക്കി എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു ബൗളിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് മാറ്റി വയ്ക്കാം.
പിന്നെ ഇതൊരു 1.5 മാസത്തോളം കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാൽപ്പാടയാണ്. ഫ്രീസറിൽ വേണം നമ്മളെപ്പോഴും പാൽപ്പാട സൂക്ഷിക്കാനായിട്ട്. ഇല്ലെങ്കിൽ താഴെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പാട എടുത്തിട്ട് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണേ. അതിനുശേഷം നമ്മളെപ്പോഴാണ് നെയ്യ് തയ്യാറാക്കുന്നത് അന്നത്തെ ദിവസം എടുത്ത് പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അതിലേക്ക് 1-2 കപ്പ് വെള്ളം നമുക്ക് ആവശ്യം പോലെ ഒഴിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അതിലുള്ള ആ ഒരു പാലും ഒരു വെണ്ണയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരു സ്പൂണോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടോ എടുത്ത് നേരത്തെ നമ്മൾ ബൗളിൽ ഐസ് ക്യൂബ് ഇട്ട് വെച്ച ഒരു ബൗളുണ്ടല്ലോ, ആ ഒരു ഐസ് തണുത്ത വെള്ളത്തിലോട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബോൾസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കും. തണുപ്പുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൈ കൊണ്ട് പിടിച്ചെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഐസ് ക്യൂബ് ഇട്ട് നമ്മൾ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഒരു 2-3 വെള്ളം ഇതുപോലെ ഒന്ന് കഴുകി ഒന്ന് പിഴിഞ്ഞൊന്ന് എടുക്കാം. അപ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള ബട്ടർ ഇവിടെ റെഡിയുണ്ട്. ഈ ഒരു ബട്ടർ വെച്ചിട്ട് നമുക്ക് കേക്കും കുക്കീസൊക്കെ തയ്യാറാക്കിയെടുക്കാം. നല്ല മണവും നല്ല രുചിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നെയ്യാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല അടികട്ടിയുള്ള ഉരുളിയിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ബട്ടർ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് കുറവായിരിക്കും കേട്ടോ. പെട്ടെന്നായി റെഡിയായി കിട്ടുകയും ചെയ്യും. പക്ഷേ ഈ ഒരു പാക കൊത്തുന്ന സമയത്ത് നമ്മൾ എടുക്കരുത്. നന്നായിട്ട് ഇത് ആ ഒരു വെള്ളം ആ ഒരു സംഭവമൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരണം. അതുവരെ നമ്മളിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇത് അവസാനം റെഡിയായി എന്നുള്ള ഒരു ഇതാണ് കേട്ടോ. ഇങ്ങനെ പത വരും. ഇങ്ങനെ പതഞ്ഞ് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആ ഒരു നെയ്യൊക്കെ കറക്റ്റായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ എടുത്ത് വയ്ക്കുന്ന സമയത്ത് കുറേ കാലം കേടുകൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് എനിക്ക് എത്ര നാൾ കഴിഞ്ഞാലും ചീത്തയായി പോകുകയും ചെയ്യില്ല, അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി സൂക്ഷിക്കും. അപ്പോൾ അത് നമ്മുടെ ഉച്ചത്തെ ലഞ്ചിനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കുറച്ച് ചോറും പിന്നെ ആ ഒരു പച്ചക്കറി അവിയലും ആ ഒരു പൊരിച്ച മീനും പിന്നെ ഒരു മീനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ഊണും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കഴിച്ചും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു നെയ്ക്കൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഞാൻ അതൊരു ഗ്ലാസ് ജാർ നന്നായിട്ട് കഴുകി വെറുതെ ഉണക്കി വെച്ചതാണ്. അതിലേക്ക് ഈ ഒരു നെയ്യ് നമുക്ക് ഒഴിച്ചെടുക്കും. അരിച്ചേനെ ഒഴിക്കും കേട്ടോ. ചെറിയ മറ്റേ കക്കം സംഭവങ്ങളൊക്കെ കാണുമല്ലോ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു അരിപ്പിൽ വെച്ചിട്ട് നമുക്ക് അരിച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയും റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ടൊന്നും മറക്കല്ലേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.